ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് പുള്ളിക്കാരിയാണ്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ. ഹായ് ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാക്ക് വിത്ത് ദ സെയിം ടോപ്പിക്, രേണു സുധി. ടു ഓൾ ദ രേണു സുധി സപ്പോർട്ടേഴ്സ്, രേണു സുധിൻ്റെ വീഡിയോ ചെയ്യുന്നത് ആളുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ അങ്ങനെയൊന്നും എൻ്റെ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കറൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയങ്ങൾ ഞാൻ എടുക്കും, ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിനിപ്പോൾ കയറി വന്ന് നീ അവളുടെ ജീവിതം തകർത്തു, നിനക്കെന്താ കിട്ടുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമുള്ള എനിക്ക് പണിയുണ്ട്. ഞാൻ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ രാവിലെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വൈ രേണു സുധിയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ, രേണു സുധീൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം, അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ദയാച്ചു എന്ന് പറഞ്ഞ സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ. ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്ന കാര്യം പബ്ലിക്കിനോട് പറഞ്ഞത് നമ്മളല്ല. പറഞ്ഞത് രേണു സുധിയുടെ ഹസ്ബൻഡായിട്ടുള്ള സുധി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിൽ എൻ്റെ ഭാര്യയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് വെച്ചാൽ പ്രസവിച്ച് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള ഡിപ്രഷൻ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റമാ എന്നൊന്നും ആൾ ക്ലാരിഫൈ ചെയ്ത രീതിയിൽ പറഞ്ഞിട്ടില്ല. അല്ലെ ആൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ, കിച്ചു ജനിച്ചതിന് ശേഷം സാധാരണ ഭാര്യമാർക്ക് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ ഒരു കാര്യം എന്താണ്, എൻ്റെ ഭാര്യയ്ക്ക് മാനസികമായൊരു തകരാറുണ്ട്, അവൾ അതിന് ഗുളിക കുടിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അത് ആ രീതിയിൽ എടുത്തു റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾ മെൻ്റലാണ് അല്ലെ മെൻ്റൽ പേഷ്യൻ്റ് ആണ് എന്ന രീതിയിലൊന്നും ഒരാളും കൺവേ ചെയ്തിട്ടില്ല. ഇനി ദയാച്ചു കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയും കൂടെ എടുത്ത് നോക്കിയിട്ട് അതിനൊരു തീരുമാനമാക്കാം. അതിന് മുമ്പ് ഇതൊന്ന് നോക്കട്ടെ. നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എന്റെ മുന്നിൽ, അവര് പരിശോധിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ, എനിക്ക് വട്ടുണ്ടോന്ന് അവര് സ്ഥിരീകരിക്കട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറതിയില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല. എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം. ഇതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. രേണു സുധിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും ഇല്ല എന്ന കാര്യത്തിൽ നിങ്ങൾ ഷുവറാണെങ്കിൽ എന്തിന് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യമില്ല. ഈ ദയാച്ചു എന്ന് പറയുന്നത് കോടതിയാണോ? അല്ലല്ലോ. then എന്തിനാണ് നമ്മൾ ഈ പ്രൂവ് ചെയ്യേണ്ടൊക്കെ ആവശ്യം? സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും നമ്മളെ പറ്റി പറയുന്ന കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളൊരു കണ്ടന്റായി മാറുന്നത്. എന്താച്ചാ പറഞ്ഞോട്ടെ, ഞാൻ എന്താ എനിക്കറിയാം എന്ന സ്റ്റാൻഡിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇതൊന്നൊരു വലിയ സീനല്ല. അതുപോലെ എന്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനെ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. സായിപ്പിന്റെ ആശുപത്രി ഒരു 7-8 ദിവസം കിടന്നാണ് ICUയിൽ എന്നെ മാത്രം. അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ്, പ്രസവരക്ഷ ഒന്നും നേരെ ചെയ്തില്ല. അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്, ഉറക്കക്കുറവ്. രേണു സുധി ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കേസുമായിട്ട് വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി കോമൺ. ഇപ്പോൾ രേണു സുധിക്ക് ആ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ രീതിയിലായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നതുകൊണ്ടാണ് ഡെഫിനറ്റ്ലി ഈ രീതിയിലുള്ള ഒരു വിഷയം വന്നത്. പിന്നെ ഞാൻ നോക്കാൻ പോകുന്നത് ദയാച്ചു എന്താണ് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചെന്നുള്ളതും കൂടെ നോക്കാം. എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് പുള്ളിക്കാരിയാണ്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ. അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ. ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. അത് കുറച്ച് കൂടിപ്പോയി. കാരണം ഈ മരുന്ന് കണ്ടാൽ കറക്റ്റ് അറിയാം ഇംഗ്ലീഷ് ഗുളികയാണ്. ഇതിനെന്തിനാ ഹോമിയോ ഗുളിക എന്നുള്ളൊരു നുണ പറഞ്ഞേ?
ദയാച്ചു ഈ പറഞ്ഞത് 100% ശരിയാണ്. ഇതിലെനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. ബാക്കി കാണും. എങ്ങനെ പറയാതിരിക്കും മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പാവാടവള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത്, ഇമാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിൽ തപ്പിത്തെരഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകണത് ഞാനൊരു ട്രോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അതും 100% സത്യമാണ്. ഈവൻ ആ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. പക്ഷെ അതിന് കോപ്പിറൈറ്റ് മ്യൂസിക് ഉള്ളത് കൊണ്ട് എനിക്കത് പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം വളരെ വ്യക്തമായിട്ട് ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. ഞാൻ ലീഗലി കല്യാണം കഴിച്ച സുധിച്ചേട്ടനെ മാത്രമാണ്, അതിപ്പോൾ പറയാൻ പറ്റില്ല, നിങ്ങൾ വ്യക്തമായി പറയൂ. ഇതും ദയാച്ചു പറഞ്ഞതിലൊരു തെറ്റും എനിക്ക് തോന്നിയില്ല. ഇനി ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക? ഒന്ന് പറ. പിന്നെ വേറൊന്ന്, ഈ പറയുന്ന രേണു പറയുന്നുണ്ട്, പ്രസവിച്ച സ്ത്രീകളിൽ 90% പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത്. അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. എന്റെ അമ്മമ്മ 5 പ്രസവിച്ചു, അതിൽ 4 പെൺകുട്ടികൾ, എന്റെ അമ്മയടക്കം. അവരൊക്കെ 2ഉം 3ഉം, എന്റെ അമ്മ ഒരു കുട്ടിയാണ് എന്നെയാണ് പ്രസവിച്ചത്. ബാക്കിയൊക്കെ 3-4 പിള്ളേരെ പ്രസവിച്ച മേമന്മാരാണ്. അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല. പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കമുണ്ടായിന്ന് വരില്ല. ആ കൊച്ചിനെ നോക്കണല്ലോ. 2 കുട്ടികളെ വളർത്തിയെടുത്ത്. ഈ പറയുന്ന പ്രസ്താവനയോടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛമ്മയ്ക്ക് ഇപ്പോൾ 6 മക്കളുണ്ടായിരുന്നു. അച്ഛമ്മ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അന്ന് സാഹചര്യങ്ങളുമായി ഉതകി നമ്മളങ്ങ് ജീവിക്കുകയാണ് ചെയ്തത്. ഇന്ന് കുറച്ചും കൂടെ ഈ ഒരു അസുഖമുണ്ട് എന്നും ഇതിൻ്റെ ഒരു കണ്ടുപിടുത്തവും ഇതിന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നും ഇന്ന സൈഡ് ഓഫ് സപ്പോർട്ട് മതി എന്ന് പറയുമ്പോൾ അതൊരു അസുഖമായി വന്നു. 90% എന്ന് പറയുന്നത് ആൾ സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു ഡയലോഗായിരിക്കും. എന്നാലും അത്യാവശ്യം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് കുറേ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന ഒരു സാധനം തന്നെയാണ്. ഞാനും അപ്പം ഈ 90% സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ. അത് അങ്ങനെ ഇല്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം, നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണെന്ന്. വെറുതെയാണ്. ഉറക്കക്കുറവുണ്ടാവും. അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും, അത്ര തന്നെ. ഇത് ഉറക്കവും ഇല്ല, രാവുമില്ല, പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതികേടൊന്നും ആർക്കും വന്നിട്ടില്ല. പിന്നെ ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഭയങ്കര പ്രൂഫ് ചെയ്യുന്നൊന്നുമില്ല. ഈവൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ അത് എത്ര പേരെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂഫ് എടുത്ത് നോക്കേണ്ടതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും, അയ്യോ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ ചെലവിന് കൊടുക്കണം. ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല. സത്യങ്ങൾ പറഞ്ഞൂടെ? ഇപ്പൊ തന്നെ വയസ്സ് 32 എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ലേഡി, അവരിങ്ങനെ പോയാലും 10-38 വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക്. ഇത് പച്ചക്കള്ളമാണ് പറയണെന്ന് പറയണത്. ഇപ്പൊ തന്നെ വേണ്ട, ഒന്ന് എവിടേക്കും പോണ്ട, ഹോമിയോ ഗുളികയെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഹോമിയോ ഏതാ, അലോപ്പതി ഏതാ, ഇംഗ്ലീഷ് മരുന്ന് ഏതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ചക്കള്ളം പറയുമ്പോൾ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ ചെയ്യണോ പ്ലീസ്. അത് ഞാൻ ഈ ഒരുപാട് രേണുസുതി സപ്പോർട്ടേഴ്സ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം വന്ന് പറയുന്നതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. അവരോട് സിനിമയിൽ അഭിനയിക്കേണ്ട, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കേണ്ട, ഷൂട്ട് ചെയ്യേണ്ട, വീഡിയോ ചെയ്യേണ്ട, ഇതൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അവർ ചെയ്തോട്ടെ. അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അഭിപ്രായം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, എത്രയോ ആൾക്കാരുടെ വീഡിയോ എടുത്ത് നമ്മൾ സംസാരിക്കുന്നു, എത്രയോ ടോപ്പിക്കുകൾ പറയുന്നു, എന്തൊക്കെ പറയുന്നു നമുക്ക് തോന്നുന്ന ഒപ്പീനിയൻ. രേണുസുതിയിലോട്ട് വരുമ്പോൾ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മൾ എന്താ അവരെ ചെയ്യുന്നത്? ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം. താൻ കള്ളം പറച്ചിൽ കുറച്ച് അടങ്ങ്, അത്രയേ ഉള്ളൂ. പറയണത് സത്യങ്ങൾ വിളിച്ചു പറ, വേറൊന്നും പറയണ്ട. താൻ എങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു? നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഷർട്ട് വാങ്ങി തന്നിട്ടുണ്ടോ? എന്റെ കൊച്ചിനൊരു ഫുഡ് വാങ്ങി തന്നിട്ടുണ്ടോ എന്നൊക്കെ ജനങ്ങളോട് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു. അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം രേണു പറയാൻ മറന്നുപോയി. ഞങ്ങൾക്ക് കയറി കിടക്കാനുള്ളൂ ഏട്ടൻ നിങ്ങൾ വാങ്ങി തന്നില്ലേ എന്ന് ചോദിക്കണം. പ്ലീസ് ചോദിക്കോ. അതെന്താ പറയാത്തത്? അത് മാത്രം അണ്ണാക്കിൽ പിരിവെട്ടി കിടക്കണോ? സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ജനങ്ങള്. ആ ജനങ്ങളെ മറക്കണത് രേണുവാണ്. മനസ്സിലായില്ലേ? എപ്പോഴും സഹായം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ?
എത്രയോ ആൾക്കാർ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. അവരെയൊന്നും നമ്മൾ കാണുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്റർവ്യൂ നടത്തി ഉണ്ടാക്കണവരെ മാത്രം നമ്മൾ കണ്ടാൽ മതിയോ? ഒരു നേരം പട്ടിണി കിടന്നിട്ട് റോഡ് സൈഡിൽ ഒരു കൂര പോലും വെച്ച് കെട്ടാൻ പറ്റാണ്ട്, അവന്റെ മക്കൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ പറ്റാണ്ട് എത്രയോ അനാഥകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവരെയൊക്കെ സഹായിക്കണ്ടേ ജനങ്ങൾക്ക്? ഈ മീഡിയയിൽ വന്നിട്ട് നെറ്റും ഇതും ഒക്കെ എന്താണ് റീചാർജ് ചെയ്തിട്ടും ആൽബത്തിൽ അഭിനയിച്ചിട്ട് തുള്ളിയിട്ടും കെട്ടിപ്പിടിച്ചിട്ടും തന്തയ്ക്ക് വിളി നടുറോഡില് കേട്ടവർക്ക് മാത്രം സഹായം ചെയ്താൽ മതിയോ രേണു? അല്ലെങ്കിൽ അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കും. മെയിനായിട്ട് രേണുവിലില്ലാത്ത പ്രശ്നം രേണുവിന്റെ സപ്പോർട്ടേഴ്സിനാന്ന് തോന്നുന്നു. വെറുതെ എന്തേലൊക്കെ വലിച്ചു വാരി വന്ന് കമന്റ് ഇടുക. നിങ്ങൾ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറയുന്നത്, നിങ്ങളുടെ കമന്റ് ഒന്നും ഞാൻ ബേസിക്കലി വായിച്ച് നോക്കലില്ല. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ എനിക്കറിയൂ. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കമന്റ് വായിച്ചിട്ട് അതിൽ കിടന്ന് സങ്കടപ്പെടുന്നു നിങ്ങൾ കരുതണ്ട. ഇങ്ങനത്തെ തരത്തിലുള്ള കോലാഹലങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കുകയും ചെയ്യും, അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. ആൻഡ് ദയാച്ചു പറഞ്ഞ പോലെ ഈ പാവമായ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന നിങ്ങൾ ഒന്ന് റോട്ടിൽ എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട് നോക്കുക. അവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കാനോ പൈസ കൊടുക്കാനോ, വീടില്ലാത്ത ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കാനോ, അല്ലെ വയനാട്ടിൽ തന്നെ കോളനി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ നോക്കി. ഇവരൊക്കെ നല്ല പൈസയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. ഓരോ ഇൻ്റർവ്യൂവിന് വരെ അമ്മാതിരി പൈസ വാങ്ങുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കമന്റ് ഇട്ട് അങ്ങ് തീർക്കുക. പിന്നെ രേണുസുധീൻ്റെ ഓൾറൗണ്ട് സപ്പോർട്ടർ ദാസേട്ടനും കുറച്ച് കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നും കൂടെ ഉള്ള നോക്കിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ചങ്കട നമസ്കാരം, ദാസേട്ടനാണ്. രേണുസുധീൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയ അച്ചു വളരെ കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക, വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം. കുറേ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനതൊന്നും പ്രതികരിക്കാറില്ല, കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട, അതന്നെ കാരണം. പിന്നെ സ്ത്രീയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചങ്കള. ഞാൻ എത്രയോ സ്ത്രീകളോട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രയോ സിനിമാ നടന്മാർ ചെയ്തിട്ടുണ്ട് അല്ലെ, നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ, അവർ അക്കൗണ്ട് പോയി ഇവർ സംസാരിക്കും. അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക, ഒരാളെ മോശം പ്രതികരിക്കുക. പക്ഷെ എന്താ പറയാ, എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്നായി വരട്ടെ, ഒരു ബുദ്ധിമുട്ട്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ചങ്കൾ എന്റെ കൂടെ ഉണ്ട്, കുറെ ചങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ദാസേട്ടൻ കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ. ഞാൻ ഈ വീഡിയോ ഇട്ടത് ദാസേട്ടൻ കോഴിക്കോടിന്റെ വാക്ക് കേൾക്കാനല്ല. ദാസേട്ടൻ കോഴിക്കോട് ഇവിടെ വന്നതും സംസാരിച്ച് തുടങ്ങിയതും രേണുസുധീനെ സപ്പോർട്ട് ചെയ്തിട്ടാ. പക്ഷെ പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ അഭിനയവും എൻ്റെ നായികയും ഞാൻ ദാസേട്ടൻ കോഴിക്കോട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ലോകം ഉണ്ട് എന്നുള്ള അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. ദാസേട്ടൻ കോഴിക്കോടിന്റെ പ്രൊമോ വീഡിയോ ആണ് ഇവിടെ നടന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. എല്ലാവർക്കും അവനവൻ്റെ കാര്യം കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ എന്ന് മനസ്സിലായല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിൻ്റെ അടിയിലും നിറയെ പൊങ്കാല വരും എന്നറിയാം. പറയാൻ പറ്റുന്ന അത്രത്തോളം പറയൂ, കേൾക്കാൻ ഞാൻ തയ്യാറാണ്.